ദീർഘദൂര യാത്രയ്ക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിച്ച റെയിൽവേ 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രകളുടെ നിരക്കാണ് കൂട്ടിയത്. വർധന ഈ മാസം 26 മുതൽ പ്രാബല്യത്തിൽ വരും. YS അഭിനന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്ന. അഭിനന്ദ്, ഈ നിരക്ക് വർധന എങ്ങനെയാണ്? വിശദാംശങ്ങൾ. ഉന്മേഷ്, ദീർഘദൂര യാത്രകൾക്കാണ് ഇപ്പോൾ ടിക്കറ്റ് വർദ്ധിപ്പിച്ചതായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രകൾക്കായിരിക്കും ടിക്കറ്റിന്റെ നിരക്കാണ് വർദ്ധിക്കുന്നത്. 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രയ്ക്ക് 1 പൈസ വർദ്ധിക്കും. ഒപ്പം തന്നെ 2 പൈസ, അങ്ങനെ 1 പൈസ 2 പൈസ നിലയിലായിരിക്കും വർദ്ധിക്കുക. അങ്ങനെ 500 കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന നിരക്കിനെക്കാളും 10 രൂപ അധികം കൊടുക്കേണ്ടി വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ജനറൽ കമ്പാർട്ട്മെന്റ്, അതായത് ഓർഡിനറി ക്ലാസ്സുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് 215 കിലോമീറ്റർ മുകളിൽ എത്തുമ്പോൾ അത് 1 പൈസ കൂടും. AC കമ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ 2 പൈസ കൂടും. അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് 215 കിലോമീറ്റർ താഴെയുള്ള ടിക്കറ്റുകൾക്ക് അത് ബാധകമല്ല. ദീർഘദൂര യാത്രകളെ ആയിരിക്കും അത് ബാധിക്കുക. അങ്ങനെയെങ്കിൽ അത് ചിലവേറും എന്നതാണ് പറഞ്ഞത്. പ്രതിവർഷം 600 കോടി രൂപ വരുമാനം റെയിൽവേക്ക് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലേക്കുള്ള ടിക്കറ്റ് വർധന എന്നും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഈ മാസം 26 മുതലായിരിക്കും ടിക്കറ്റ് നിരക്ക് പ്രാബല്യത്തിൽ വരിക. YS അഭിനന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.